ഇപ്പം നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചൂടില്ല, എന്നാൽ വലിയ തണുപ്പായി തുടങ്ങിയിട്ടുമില്ല, ആ പരുവത്തിൽ നിൽക്കുകയാണ്. പിന്നെ സൈക്കിളായിട്ട് പുറത്തോട്ട് ഇറങ്ങിയ സൈക്ലിങ്ങിന് വേണ്ടി ശരിക്കും പ്ലാന്റ്സൊക്കെ വെച്ച് തുടങ്ങുന്നുണ്ട്. വിൻ്റർ ടൈം ആകുമ്പോഴത്തേക്ക് ഒരുപാട് പ്ലാന്റ്സുകളും ഉണ്ട്, വയ്ക്കാറുണ്ട്. അതെല്ലാം ഒരു 2 മാസത്തിനുള്ളിൽ നിറച്ച് പൂക്കളാവും. ഇങ്ങനെ സൈക്ലിങ്ങിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നൊരു മരമുണ്ട് കണ്ടോ, ഈ കാണുന്ന ചുളമരം. ശരിക്കും ചുളമരം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ കോളേജല്ല സ്കൂൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ആ കോമ്പൗണ്ടിൽ നിറച്ച് ചൂളമരങ്ങളുണ്ട്. ശരിക്കും ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സൗണ്ട് അതിൽ നിന്ന് വരാറുണ്ട്. നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്ത് ഈ ചൂളമരത്തിൻ്റെ കമ്പാണ് ഒടിച്ചിട്ട് കൊണ്ടുവന്ന് ക്രിസ്മസ് ട്രീക്ക് വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂളമരമാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ഈ വർഷം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വർഷമേ ആഗ്രഹിച്ചിട്ട് എടുത്തു വെച്ച കുറച്ച് വീഡിയോ ക്ലിപ്സുകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എന്നും ഡിസംബർ മാസം ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് വൈബാണ്. പണ്ട് ക്രിസ്മസിനോട് ചേർന്നാണ് ഡെക്കറേഷൻസ് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഡിസംബർ ആദ്യമായി തുടങ്ങി എല്ലാം ഡെക്കറേഷൻ സാധനങ്ങൾ മേടിക്കുന്നു, അലങ്കരിക്കുന്നു. പിന്നെ അത് നവംബറായി. അതുപോലെ കഴിഞ്ഞ നവംബർ മുതൽ ക്രിസ്മസിൻ്റെ കാലയളവിൻ്റെ ഇടയ്ക്ക് എനിക്ക് 3 സ്ഥലങ്ങളിലുള്ള ക്രിസ്മസ് വൈബ് കാണാൻ പറ്റി. എറണാകുളത്തെ ബ്രോഡ്വേയിലെ കാണാൻ പറ്റി, UAE പല ഡെക്കറേഷൻസ് കാണാൻ പറ്റി, അതുപോലെ ലണ്ടനിലേയും കാണാൻ പറ്റി. കഴിഞ്ഞ വർഷമേ ഓർത്തു ഈ വർഷമാകുമ്പോഴത്തേക്ക് നേരത്തെ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണ് ഞാൻ ഈ ബ്രോഡ്വേയിലെ ഡെക്കറേഷൻസ് കണ്ടേക്കുന്നത്. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പോയി കാണണമെന്ന് ഒത്തിരി ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പണ്ട് പഠിക്കുന്ന കാലത്ത് ഒത്തിരി പ്രാവശ്യം ഈ ബ്രോഡ്വേയിലെ പല കടകളിലും പോയിട്ടുള്ളതാണ്. പക്ഷേ ക്രിസ്മസ് വൈബ് കാണാൻ പറ്റിയിട്ടില്ല. ആ കാലത്തൊന്നും അതില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം നവംബറിൽ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് ബ്രോഡ്വേ പോകാനും അവിടുത്തെ ഡെക്കറേഷൻസും ഒക്കെ കാണാനും പറ്റി. എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റി. നമുക്ക് പല പല ഡെക്കറേഷന് ഫില്ലിങ്ങിന് വേണ്ടുന്ന ലീഫുകൾ, ചെറിയ കാര്യങ്ങളാണേലും കുറച്ച് വലിയ കാര്യങ്ങളാണേലും എല്ലാം അവിടെ കിട്ടും. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ക്വാളിറ്റി അങ്ങനെ മോശമൊന്നുമല്ല കേട്ടോ. ഞാൻ ഓർത്ത ഗോൾഡൻ ലീഫുകളൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. ഈ കണ്ണ് ലീഫുകളൊക്കെ അതിൻ്റെ കളറൊക്കെ ഇളകുമെന്ന് ഓർത്ത്, അതൊന്നും ഇളകിയില്ല കേട്ടോ. ഈ കണ്ണ് ഓരോ ഡെക്കറേഷൻ്റെ സാധനങ്ങളും ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചത്. അതുപോലെയാണ് ഈ ഗോൾഡൻ കളർ ലീഫ്. അങ്ങനെ ഒരു സെറ്റായിട്ട് മേടിക്കുന്ന ലീഫ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എനിക്ക് വേണ്ടുന്ന ഡെക്കറേഷൻ്റെ ഇങ്ങനെ ഓരോ ഫില്ലിങ്ങായിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കണ്ണ് ചെറിയും ഐവി ലീഫും ഒക്കെ അവിടെ നിന്ന് എടുത്തതാണ്. എല്ലാ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് സ്റ്റാർ ആദ്യം വരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അവിടെ. കഴിഞ്ഞ വർഷം എനിക്ക് ഒത്തിരി സ്റ്റാറുകൾ കാണാൻ പറ്റി. പക്ഷേ ആ ലൈറ്റുകളൊന്നും ഇട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ അവിടെ ചെന്നത്. എൻ്റെ ചെറുപ്പത്തിലെ ക്രിസ്മസ് ട്രീ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂളമരത്തിൻ്റെ കമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് വെച്ച് അതിൽ ക്രേപ്പ് പേപ്പറിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് ബലൂണുകൾ ഊതിക്കെട്ടി തൂക്കി അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കും. അത് 1-2 ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ആ ബലൂണെല്ലാം ചൊട്ടി ട്രീ എല്ലാം ഉണങ്ങി പെട്ടെന്ന് നമുക്ക് നശിച്ചു. ഇപ്പം അങ്ങനെയല്ലല്ലോ, നമുക്ക് ട്രീകൾ ഏത് റേഞ്ച് വേണേലും പിടിക്കാം. വലുത് വേണേലും കിട്ടും, ചെറുത് വേണേലും കിട്ടും. ക്വാളിറ്റി കൂടിയതോ കുറഞ്ഞതോ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന എന്ത് ഡെക്കറേഷൻ വേണേലും നമുക്ക് അവിടെ ബ്രോഡ്വേയിൽ കിട്ടും, എവിടെ പോയാലും കിട്ടും. ഇപ്പം ഇപ്പോൾ ഈ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സ് കളക്ഷൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം. അതിൻ്റെ മാസ്ക്, ഡ്രസ്സ് എന്തെല്ലാം വെറൈറ്റിയാണ്. പണ്ട് കാലങ്ങളിൽ ക്രിസ്മസ് കാരൽസ് ഇപ്പോഴും വരുന്നുണ്ട് വീടുകളിൽ. പക്ഷേ പണ്ട് കാലങ്ങളിൽ ഈ ക്രിസ്മസ് പാപ്പ ഒരുങ്ങി വരുന്നത് എങ്ങനെയാണെന്നറിയോ, ആ വീട്ടിലെ സ്ത്രീകളുടെയൊക്കെ റെഡ് കളറിലുള്ള നൈറ്റി ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വയറൊക്കെ ഇങ്ങനെ ഉന്തി അങ്ങനെ ഭയങ്കര ഫണ്ണി ക്യാരക്ടേഴ്സായിരുന്നു പണ്ടത്തെ ക്രിസ്മസ് പാപ്പ. പക്ഷെ എന്നാലും സന്തോഷമാണത് കാണുന്നത്. ഇപ്പോൾ അങ്ങനെയാണോ? ഇവിടെ നോക്കിയാൽ എത്ര വെറൈറ്റി വേണം ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സുകൾ.
പണ്ടുണ്ടായിരുന്ന ഒന്ന് ഇന്ന് തീരെ ഇല്ലാതായി പോയ ഒന്നുണ്ട്, പോസ്റ്റ് കാർഡ്സ്, ക്രിസ്മസ് കാർഡ്സ്. ഞാനൊക്കെ ഒരുപാട് ക്രിസ്മസ് കാർഡ്സുകൾ അയച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ആ കാർഡ്സൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ അതിൽ ഓരോ പിക്ചേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഡോറയിൽ തൂക്കിയിടുന്നത് ആ റീത്തില്ല റൗണ്ടിലുള്ള അത് കാണുമ്പോൾ ഇതൊക്കെ എന്ന് നമ്മുടെ നാട്ടിൽ വരും, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, എന്തൊരു ഭംഗിയാണ്. ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കണോ അല്ലെ നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കണോ? അതുകൊണ്ട് ഉണ്ടാക്കണമെങ്കിലാണെങ്കിലും അതിന് വേണ്ടുന്ന എല്ലാ സാധനവും നമുക്ക് ഈ ബ്രോഡ്വേ തന്നെ കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് നേരെ UAE ക്രിസ്മസ് വൈബിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും ആദ്യം അട്രാക്റ്റ് ചെയ്ത സ്ഥലങ്ങളിലൊന്ന് ഹോം സെൻറ്റർ കേട്ടോ. ഹോം സെൻറ്ററിലൊന്ന് ഏത് സീസണാണേലും ഏത് ഫെസ്റ്റിവലാണേലും വെറുതെ ഒന്ന് മേടിച്ചില്ലേലും അതിൻ്റെ അകത്തൊന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സന്തോഷം. എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്, ഒരു ദിവസം ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൽ നിന്നെല്ലാം എടുത്ത് ടേബിൾ സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി. എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ ഈ ടേബിളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. ക്രിസ്മസ് ഡെക്കറേഷനുണ്ട്, ക്രോക്കറി ഐറ്റംസ് ഉണ്ട്, ഇതെല്ലാം അതിൻ്റെ അടിയിൽ നല്ല മാറ്റൊക്കെ വെച്ച്, പ്ലേറ്റ്സൊക്കെ വെച്ച്, ഗ്ലാസ്സുകളൊക്കെ വെച്ച് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമായ സ്വപ്നം. അത് എനിക്ക് മാത്രമല്ല കേട്ടോ ഹോം സെൻറ്റർ ഇഷ്ടം. ഒത്തിരി പേര് വീഡിയോസിൽ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഈ ഹോം സെൻറ്ററിലൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സൊന്ന് ഫ്രഷ് ആവുമാറുണ്ട്. കുറച്ച് പണ്ടാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലുണ്ടല്ലോ, ഞാൻ വന്ന കാലം തൊട്ട് എനിക്ക് ക്രിസ്മസ് ട്രീ അതിലിടാനുള്ള ബോൾസ് അങ്ങനത്തെ ഡെക്കറേഷൻ എല്ലാം കിട്ടും. പക്ഷേ സ്റ്റാർ എനിക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഒരുപാട് തപ്പി നടന്നിട്ട് ഒരു കുഞ്ഞ് സ്റ്റാർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി വർഷം സൂക്ഷിച്ച് വെച്ച് ട്രീയുടെ മുകളിൽ ഇടാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ക്രിസ്മസിന് വേണ്ടുന്ന എന്ത് സാധനവും UAE സുലഭമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ക്രിസ്മസ് ടൈമിൽ UAE മിസ് ചെയ്ത ഒരു സാധനമുണ്ട്. കേരളത്തിൽ അത്രയും രുചിയുള്ള പ്ലം കേക്കുകൾ ഇവിടെ കിട്ടാറില്ല. ഹോം സെൻറ്ററിലെ ഡെക്കറേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കോസ്റ്റ് കുറച്ച് കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ പറയും, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കണമെങ്കിൽ, കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ നേരെ പോകുന്നത് ഡൈസോയിലോട്ടാണ്. അതും ഈ പറയുന്ന പോലെ ഡൈസോയിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെറൈറ്റി സാധനങ്ങളാണ്. അത് നോക്കുമ്പോൾ എല്ലാത്തിനും 7 ദിർഹം അല്ല 9 ദിർഹം അതായിരിക്കും സ്റ്റാർട്ടിങ് പ്രൈസ്. അത് എടുക്കും, പലത് കൂട്ടി വരുമ്പം കൺട്രോൾ ഇല്ലാതെ എടുത്താൽ ഒത്തിരി കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അല്ലെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് ഒത്തിരി സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റുമെന്നേ. ഇതിപ്പം ഡൈസോയിലാണ് കേട്ടോ. ശരിക്കും എല്ലാ ക്രിസ്മസ് ആകുമ്പോൾ ഡൈസോയിൽ വരും. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് മേടിച്ചേക്കുന്ന ചില ക്രിസ്മസ് ട്രീയിൽ ഇടാനുള്ള ലൈറ്റ്സുകൾ മേടിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്കുള്ള ഗാർലൻഡ് മേടിച്ചത് ഇവിടുന്നാണ്. നമുക്കിഷ്ടമുള്ള ലെന്തിനുള്ളത് കിട്ടുകയും ചെയ്യും. സ്പിന്നീസ് പോലത്തെ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്ലാന്റ്സുകൾ ഇഷ്ടം പോലെ കിട്ടും. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അവർ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറഞ്ഞ് ചില പ്ലാന്റ്സുകൾ മേടിക്കും. അതുപോലത്തെ പ്ലാന്റ്സുകളാണ് ഇതും നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടാറുണ്ട്. അത് റീത്ത് പോലെ കിട്ടാം, അല്ലെങ്കിൽ ട്രീ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ച് കോസ്റ്റ് ഉണ്ട് അതിന്. നമ്മൾ കേരളത്തിൻ്റെ ക്രിസ്മസ് വൈബ് പറഞ്ഞു, UAE പറഞ്ഞു, ഇനിയിപ്പം ലണ്ടൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്രകൾ പോകുമ്പോഴേ ക്രിസ്മസ് ടൈമിലൊന്ന് ലണ്ടൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു വേറെ ഫീലാണ് കേട്ടോ. എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ക്രിസ്മസ് ടൈമിൽ ലണ്ടൻ കാണണമെന്നുള്ളത്. അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റി കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതൊന്നുമല്ല പറയുന്നത്. ക്രിസ്മസ് ഷോപ്പിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും നമ്മൾ ടൂറിസ്റ്റായിട്ടാണ് പോകുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് പെടുന്ന സ്ഥലം ചിലപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് അതൊന്നും നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. ഓക്കെ, ഓർമ്മയ്ക്ക് വില എന്തെങ്കിലും എടുക്കാമെന്നല്ലാതെ നമുക്കൊരു ക്രിസ്മസിൻ്റെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മേടിക്കലോ ഒന്നും നടക്കത്തില്ല ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക്.
പക്ഷേ ക്രിസ്മസിൻ്റെ വൈബ് കാണണമെങ്കിൽ ലണ്ടൻ കാണണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അത്രയ്ക്കും വൈബായിരുന്നു. എല്ലാം ചുറ്റി നടന്ന് കാണാൻ പറ്റി. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അവിടെയൊക്കെയാണ് റോഡുകൾ, മാൾസ്, ഒരു കഫേ ചെന്നാൽ പോലും ഒരു ക്രിസ്മസ് വൈബ്. ഇതവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. പിന്നെ ഹാരോഡ്സിൽ ചെന്നു, അവിടെയെല്ലാം ക്രിസ്മസിൻ്റെ ഫുൾ ഡെക്കറേഷനാണ്. പക്ഷെ ഷോപ്പിംഗ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ക്രിസ്മസ് ഷോപ്പിംഗ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണോ ഇഷ്ടം, UAE ആണോ ലണ്ടൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും UAE ഹോം സെൻ്ററാണ് എൻ്റെ ഹാർട്ടിനോട് ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ കുറച്ച് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പല സാധനങ്ങൾ എടുക്കട്ടെ. അപ്പം ഞാൻ പറയും ഡൈസോ. ലോകമേ തറവാടെന്ന് പറയുന്ന പോലെ ഇവിടെ ഒന്നും പോയില്ലെങ്കിലും ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കൈവെള്ളയിലെത്തും. എന്നാൽ പിന്നെ ശരി കേട്ടോ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.